ഹലോ ഫ്രണ്ട്സ്, ഹലോ ഗൈസ്. നാളെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതിനെ സംബന്ധിച്ച് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈശ്വരൻ്റെ വരദാനമായ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ പറ്റി ഒരു ഓർമ്മപ്പെടുത്തുന്ന സുദിനമാണ് ഇന്ന്. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ജീവിതം സന്തോഷകരമാകുന്നത്. പ്രകൃതിയിലുള്ള സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും നാം സംരക്ഷിക്കണം. ഒരു മരം 10 പുത്തമ്മക്ക് തുല്യമാണെന്ന് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചു. ഒരു മരം മുറിച്ച പകരം തൈകൾ നട്ട് പിടിപ്പിക്കേണ്ടതാണ്. മരങ്ങൾ മുറിച്ച കുറേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് കൂടും, മഴ കിട്ടാണ്ടാകും, സസ്യജാലങ്ങളും ജീവജാലങ്ങളും തെങ്ങും മരങ്ങളും നശിച്ചു പോകും, ഫ്രൂട്ട്സ് കിട്ടാണ്ടാകും, മണ്ണൊലിപ്പ് കൂടും. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. സസ്യജാലങ്ങളും ജീവജാലങ്ങളും തെങ്ങും മരങ്ങളും നശിപ്പിച്ച് മനുഷ്യൻ തന്നെ ജീവിക്കാനുള്ള പൂതി തോന്നും. അത് വലിയ നാശത്തിന് കാരണമാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കൂ, ജീവിതം സംരക്ഷിക്കൂ. ജന്മദിനത്തിലൊരു ഫലവൃക്ഷത്തൈ നട്ടുവളർത്തുക, തണലിനൊപ്പം കായ്ഫലവും എന്ന ഒരു സന്ദേശയാത്ര. മീഡിയ പബ്ലിക്കേഷൻസ് 2016 വയനാട് ജില്ലയിലെ അമ്പലവയലിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററിൽ നിന്നും തുടക്കം കുറിച്ചു. ഈ സന്ദേശയാത്ര കേരളത്തിലെ 10 ജില്ലകളിലൂടെ കടന്നുപോയി. വിവിധ വിദ്യാലയങ്ങളിൽ നഴ്സറികൾക്ക് തുടക്കം കുറിക്കുകയും ഏതാനും സർക്കാർ ഓഫീസുകളുടെ പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നടുകയും ചെയ്തു. ഈ റോഡ് എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന റോഡാണ്. ഒരു ദിവസം ഇതിലെ സഞ്ചരിച്ചപ്പോഴാണ് ഈ റോഡിൻ്റെ പാർശ്വവശങ്ങളിലുള്ള വൃക്ഷത്തൈകൾ ശ്രദ്ധയിൽപ്പെട്ടത്. മാവും പ്ലാവും അതുപോലെ തന്നെ പേരയും ജാതിയും അതുപോലെ വിവിധ ഫലവൃക്ഷങ്ങളും നട്ട് വളർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുളങ്കാടുകളും ചെറിയ മുളങ്കാടുകളും ഒക്കെ കാണാൻ കഴിഞ്ഞു. മണ്ണൊലിപ്പ് തടയുന്നതിനും തണൽ നൽകുന്നതിനും അതോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒരു പ്രദേശത്ത് തന്നെ ആ പ്രദേശത്തുകാർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ വൃക്ഷങ്ങൾ മനോഹരമാണ്. നമുക്കും ഇതൊരു മാതൃകയായി തുടരാൻ പറ്റുന്ന ഒന്നാണ്. ഈ പരിസ്ഥിതി ദിനത്തോടൊപ്പം നിങ്ങളും ഒരു പ്രതിജ്ഞ എടുക്കുക. ജന്മദിനത്തിൽ ഒരു തൈ നട്ടുവളർത്താം, തണലിനൊപ്പം കായ്ഫലവും. വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കിന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും.